സാരമില്ലായി സങ്കടങ്ങൾ മാറിപ്പോകും ഈ വേദനകൾ സാരമില്ലായി സങ്കടങ്ങൾ മാറിപ്പോകും ഈ വേദനകൾ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. റോമ 8:17 എന്തെന്നാൽ അവനോടൊപ്പം ഒരിക്കൽ മഹത്വപ്പെടേണ്ടതിന് ഇപ്പോൾ അവനോട് കൂടെ നാം പീഡ അനുഭവിക്കുന്നു. എന്ന് പറഞ്ഞ ഒരു 1000 പ്രാവശ്യം പറയണം. അപ്പൊ അഭിഷേകം എന്താ സംഭവിച്ചില്ലേ? ഒന്ന് വായിച്ച്. എന്തെന്നാൽ അവനോടൊപ്പം ഒരിക്കൽ മഹത്വപ്പെടേണ്ടതിന് ഇപ്പോൾ അവനോട് കൂടെ നാം പീഡ അനുഭവിക്കുന്നു. അപ്പൊ പീഡ അനുഭവിക്കുമ്പോൾ ഒരു കൂട്ടുകാരൻ നമുക്കുണ്ട്, ഒരു സതീർത്ഥ്യൻ, ഒരു സഹചാരി. ആരാണത്? ദൈവം തന്ന, പിതാവ് തന്നൊരാളേ ഉള്ളൂ. അതിൻ്റെ അകത്ത് നിങ്ങളുടെ നാത്തുവിനോ അനിയത്തിയോ ചേട്ടനോ അപ്പനോ അമ്മയോ ആരുമില്ല. നോ ബഡി. അത് ഓർക്കണം. നമ്മൾ പീഡ അനുഭവിക്കുമ്പോൾ ദൈവം നമ്മുടെ ആശ്വാസത്തിന് സിംഗിൾ നെയിം ഇസ് ഗിവൺ, ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കൈയടിക്കട്ടെ. ശ്രുതികളല്ലേ. കണ്ണുനീരെല്ലാം യേശു മാറ്റുന്നേ, കർക്കനുണ്ട്. കണ്ണുനീരെല്ലാം യേശു മാറ്റുന്നേ, സങ്കടങ്ങൾക്കെല്ലാം പരിഹാരം ചെയ്തിടും പ്രാർത്ഥന കേൾക്കുന്ന യേശു. അപ്പൊ അതായത് നമുക്ക് ആശ്വാസത്തിനും നമുക്ക് കൂട്ടായിട്ടും നമുക്ക് സഹവാസത്തിനും എല്ലാത്തിനും കൂടി നമ്മുടെ സഹന സാഹചര്യങ്ങളിൽ ദൈവം ഒരാളെ തന്നിട്ടുള്ളൂ. അത് നിൻ്റെ ഭർത്താവല്ല, അത് നിൻ്റെ ഭാര്യയല്ല, അതിൻ്റെ മക്കളല്ല, ബന്ധുക്കളല്ല, ആരുമല്ല. ദൈവം തന്നിരിക്കുന്നത് ക്രിസ്തുവിനെയാണ്. യു ഗോട്ട് മീ? എന്നെ മനസ്സിലായത് നിങ്ങൾക്ക്? അത് ഒന്നുകൂടെ വായിച്ചത് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. എന്തെന്നാൽ അവനോടൊപ്പം ഒരിക്കൽ മഹത്വപ്പെടേണ്ടതിന് ഇപ്പോൾ അവനോട് കൂടെ നാം പീഡ അനുഭവിക്കുന്നു. പീഡ അനുഭവിക്കുന്നത് ഒറ്റക്കല്ലെന്ന് മനസ്സിലായി. എന്താ കാര്യം? അവനോട് കൂടെയാണെന്ന്. വിശ്വാസിയുടെ ഏറ്റവും വലിയ നേട്ടം അതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഒരു ആഴ്ച മുഴുവനും എനിക്ക് കുർബാന പോലും ചെല്ലാവത്തില്ല. എൻ്റെ കുർബാനയെല്ലാം അലസച്ചനാ ചൊല്ലി തന്നത്. എന്താ കാര്യം? പെട്ടെന്നൊരു ഛർദി വന്ന നിങ്ങൾ മാതാവിനെ കണ്ടു പോയില്ലേ? ഞാൻ കിടപ്പായി പോയി. ഒരു 2 ലക്ഷത്തോളം മനുഷ്യരെങ്കിലും മാതാവിനെ കണ്ടുപോയി. അന്ന് രാത്രി 12 മണിയായപ്പോഴാണ് തീർന്നത്. 4 വരി തൊട്ട് ഈ പ്രദേശം മുഴുവനും ആൾക്കാരിങ്ങനെ ക്യൂ നിന്ന് അമ്മയും കണ്ടുപോയി. പക്ഷെ പിറ്റേ ദിവസം എനിക്ക് ഛർദിലും എല്ലാ തരത്തിലും അസുഖം ഉണ്ടായി. ഭക്ഷണം കഴിക്കാൻ പറ്റാതെ ഗ്യാസ് കയറി. എന്താ കാര്യമെന്ന് അറിയാൻ പാടില്ലാത്ത രീതിയിൽ ഞാൻ ഇന്നലെ വൈകുന്നേരമാണ് തലപൊങ്ങിയത്. പക്ഷേ എന്നെ പിടിച്ചിർത്തണ എന്ത് സംഭവമാണ്? ഈ ശുശ്രൂഷയിൽ എപ്പോഴും നമ്മൾ വിശ്വാസമുള്ളവർക്ക്
പ്രത്യാശ ഉള്ളവർക്ക് നമ്മൾ സഹിക്കുന്നത് ഒറ്റക്കായിരിക്കത്തില്ലൊരിക്കലും. നമുക്ക് ആരോടും പരാതി ഉണ്ടാകത്തുമില്ല, നമ്മൾ ഒറ്റക്കായിരിക്കത്തുമില്ല. എന്താ കാര്യം? അത് ക്രിസ്തുവിനോട് കൂടെ എന്ന് എഴുതി വെച്ചിട്ടുണ്ടല്ലേ, ക്രിസ്തുവിനോട് കൂടെ. ഒന്നിനു വായിച്ചത് 8:17 റോമ. എന്തെന്നാൽ അവനോടൊപ്പം ഒരിക്കൽ മഹത്വപ്പെടേണ്ടതിന് ഇപ്പോൾ അവനോട് കൂടെ നാം പീഡ അനുഭവിക്കുന്നു. പീഡ അനുഭവിക്കുന്നത് എന്ന് പറഞ്ഞാലും ആരുടെ കൂടെ ആയിരിക്കും? അവനോട് കൂടെയായിരിക്കും. ഇതിൻ്റെ അതായത് ഈ നമ്മൾക്ക് ഇങ്ങനെ ഡിവിഡൻഡ് എടുക്കുമ്പോൾ ഓർക്കുക, അവനോട് കൂടെ ഒരിക്കൽ നമ്മൾ മഹത്വപ്പെടാൻ വേണ്ടി. അപ്പം നിത്യതയ്ക്ക് വേണ്ടിയുള്ള ഡിവിഡൻ്റാണ് എടുക്കുന്നത്. അത് ബോധം ഉണ്ടാകണം നമുക്കിതിനെക്കുറിച്ച് നല്ല ബോധം ഉണ്ടാകണം. കാര്യം വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കർത്താവിൻ്റെ സഹനം കർത്താവ് രക്ഷയ്ക്ക് വേണ്ടി നേടിയെടുത്തിരിക്കുന്ന കാരണം സഹനം ദൈവത്തിന് മഹത്വപ്പെട്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ സഹനം കർത്താവിൻ്റെ സഹനത്തോടു കൂടി കൂട്ടിവെക്കുമ്പോഴാണ് നമ്മുടെ സഹനം ക്രിസ്തുവിൻ്റെ സഹനമായിട്ട് കൺവേർട്ട് ആകുന്നത്. അതാണ് നമുക്ക് നിത്യതയ്ക്ക് ക്രിസ്തുവിൻ്റെ കൂടെ മഹത്വം പ്രാപിക്കുന്നതിന് ഉതകുന്നത്. അതുകൊണ്ട് അതിൻ്റെ പോർഷൻസ് അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം, നിങ്ങൾ അങ്ങോട്ട് ചെന്നിട്ട് വണ്ടിക്ക് തലവെക്കണമെന്നല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞു വരുന്നത് ജീവിതത്തിലുണ്ടാകുന്ന സഹനങ്ങളെ ക്രിസ്തുവിൻ്റെ കൂടെ നേടി കുരിശിനെ കൃപയാക്കാൻ പഠിക്കണം. പറഞ്ഞ മനസ്സിലായില്ലേ? കുരിശ് അതായത് ഈ ലോകത്തിലുണ്ടാകുന്ന ഒരു സഹനം പോലും നമ്മൾ വേസ്റ്റ് ആകരുത്. അത് ക്രിസ്തുവിനെ മാറ്റി നിർത്തിയാണ് നിങ്ങൾ സഹനം എടുക്കണമെങ്കിൽ വേസ്റ്റ് ആകും. ഇപ്പം നിങ്ങളോട് ക്ഷമിക്കാൻ പറഞ്ഞ് കർത്താവ് എന്താ പറഞ്ഞത്? ഒരു കർണത്തടിക്കണവന് മറ്റേ കർണം കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു. അതിൻ്റെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഉദ്ദേശിക്കുന്നത് ക്രിസ്തുവിനെ നേടാൻ വേണ്ടിയാണ്. അതാണ് വിഷയം. ക്രിസ്തുവിന് ശക്തി പ്രാപിക്കാൻ വേണ്ടി ക്രിസ്തു പറഞ്ഞിരിക്കുന്ന മാർഗമാണ് അത്. ഈ ക്രിസ്തുവിനെക്കുറിച്ച് ബുദ്ധിയും ബോധം ഇല്ലാത്തവൻ പറഞ്ഞിട്ട് അവനർക്ക് ഇതൊരു എന്ത് കോമഡിയാണ്. ഒരു കണ്ണത്തടിക്കണത് എങ്ങനെ മരണം കാണിച്ചു കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം നിങ്ങൾ ചെവിയും കൊണ്ടില്ലാന്നല്ല എൻ്റെ അർത്ഥം. മറിച്ച് ഒരു സഹന സാഹചര്യവും ഞെരുക്ക സാഹചര്യവും ആരെങ്കിലും ഉണ്ടാക്കിയാൽ അതെല്ലാം ക്രിസ്തുവിനെ നേടാൻ വേണ്ടി നമ്മൾ അത് ഫെസിലിറ്റേറ്റ് ചെയ്യണം, സൗകര്യപ്പെടുത്തണം. ഇപ്പം മഴ പെയ്ത് കഴിഞ്ഞാൽ ആ വെള്ളം എടുക്കാൻ വേണ്ടി നമ്മൾ എന്തു ചെയ്യും? മഴവെള്ള ടാങ്ക് ഉണ്ടാക്കും. അല്ലെങ്കിൽ പണ്ടൊക്കെ ആണെങ്കിൽ അതിന് അമ്മമാർക്കൊക്കെ ഓരോ രീതികളുണ്ട് മഴക്കാലങ്ങളിൽ മഴവെള്ളം ടാപ്പ് ചെയ്യാൻ വേണ്ടി. അതുപോലെ ഇതുപോലെ ക്രിസ്തുവിനെ നേടാൻ വേണ്ടി പ്രത്യേകിച്ച് കർത്താവ് നമ്മൾ പരിശുദ്ധാത്മാവിനെ വിളിച്ചൊക്കെ പ്രാർത്ഥിക്കുമല്ല, പാവനാത്മാവ് വാ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കത്തില്ലേ? പക്ഷെ പ്രോസസ്സ് എന്താണ്? പ്രോസസ്സ് എന്ന് പറയണത് നമ്മൾ പാവനാത്മാവെന്ന് പ്രാർത്ഥിച്ച് വിറച്ച് തല്ലി പ്രാർത്ഥിച്ച് അടിച്ചു തല്ലി വീണാലും പരിശുദ്ധാത്മാവിനൊന്നും ഒരു നിർബന്ധമില്ല. നമ്മൾ വിറച്ച തല്ലി പ്രാർത്ഥിച്ച് അടിച്ചു തല്ലി വീണാലും പരിശുദ്ധാത്മ വരണമെന്ന് ഒരു നിർബന്ധമില്ല. അതൊരു കേവല അഭ്യാസങ്ങളാണ്. കാഴ്ചക്ക് കുറച്ച് സർക്കാസ്റ്റിക്കാണെന്നേ ഉള്ളൂ. സഹനത്തിലൂടെ അല്ലാതെ ക്രിസ്തു രക്ഷ നേടിയെടുത്തില്ലെങ്കിൽ ക്രിസ്തുവിനോട് ബന്ധപ്പെട്ട നിത്യത വരെയുള്ളതെല്ലാം പരിശുദ്ധാത്മ ദാനങ്ങൾ ഉൾപ്പെടെയുള്ളതെല്ലാം വരണത് നമ്മുടെ സഹന സാഹചര്യങ്ങളെ ക്രിസ്തുവിഹിതമായി അർത്ഥവത്തായി നമ്മളെങ്ങനെ സമീപിച്ചു എന്നുള്ളതാണ് സുവിശേഷത്തിൻ്റെ സാക്ഷ്യം. ഈ സാക്ഷ്യത്തിന് നമ്മൾ റെഡിയാക്കുന്നതാണ് നമ്മുടെ ഉടമ്പടി ജീവിതം എന്ന് പറയുന്നത്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ സത്യമാണ്, കർത്താവ് പറഞ്ഞൊരു വാക്ക് എപ്പോഴും എൻ്റെ മനസ്സിലുണ്ടാവും. എന്താണെന്നറിയാവോ? മകൻ അപ്പം ചോദിച്ചാൽ പകരം കല്ല് കൊടുക്കുമോ? ചോദിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയ്ക്കും കൃപാസന പ്രസാദ മാതാവിനും യേശുക്രിസ്തുവിനും കൊടാനുകൂടി നന്ദി. സാക്ഷ്യം പറയാൻ താമസിച്ചതിൽ ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. എൻ്റെ പേര് രാഹുൽ കുമാർ ഐറ്റി. ഞാൻ സെൻറ്റ് സേവിയേഴ്സ് ചെമ്മണാർ ഇടുക്കിയിൽ നിന്ന് വരുന്നു. എനിക്ക് ആദ്യമേ കിട്ടിയ സാക്ഷ്യം 30 വർഷമായിട്ട് ഞങ്ങൾക്കൊരു വണ്ടി കയറി വരുന്നൊരു വഴിയില്ലായിരുന്നു. ഒരു 10-40 മീറ്ററായിട്ട് വഴി കിട്ടാനുണ്ടായിരുന്നു. അപ്പം ഇവിടുന്ന് കിട്ടിയ ഉടമ്പടി എടുത്തപ്പോൾ ഇവിടുന്ന് കിട്ടിയ പരിശുദ്ധമായ ഉപ്പ് വിശ്വാസ പ്രമാണം ചൊല്ലി ആ ഏരിയയിൽ കൊണ്ട് ഇട്ട് കഴിഞ്ഞപ്പം ആ വ്യക്തി തന്നെ വിളിച്ചിങ്ങോട്ട്
വഴിക്കുള്ള പെർമിഷൻ തരികയും വഴിവെട്ടാൻ സാധിക്കുകയും ചെയ്തു. രണ്ടാമതായിട്ട് ഞാനൊരു വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടതാണ്. മാതാവ് രക്ഷപ്പെടുത്തിയതിനെക്കുറിച്ചാണ് പറയുന്നത്. രാത്രി ഒരു 10-10:30 ആയപ്പോഴത്തേക്കും ഞാൻ ടൗണിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് നല്ല സ്പീഡായിരുന്നു, ബൈക്കിനായിരുന്നു. പെട്ടെന്നൊരു വളവ് തിരിഞ്ഞൊരു ജീപ്പ് വരികയും വൈറ്റ് ഹെഡ്ലൈറ്റ് ആയിക്കൊണ്ട് വരികയും എൻ്റെ കണ്ണ് കാണാൻ പറ്റില്ല. പെട്ടെന്ന് സൈഡിൽ റോഡിൻ്റെ എഡ്ജിൽ തട്ടി വണ്ടി എടുത്തടിച്ച് വീഴുകയും എൻ്റെ ദേഹത്തേക്ക് വീഴുകയും ചെയ്തു. കൈയും കാലും ലോക്കായി പോയ പോലെയായി. ടയറിൻ്റെ ഇടയ്ക്കും ഹാൻഡിലിൻ്റെ ഇടയ്ക്കും എല്ലാം ലോക്കായി പോയ പോലെയായി. അപ്പം എൻ്റെ തല നേരെ ടാർ റോഡിലേക്ക് കിടക്കുന്നു. ഡ്രെയിനേജിൻ്റെ നേരെ വട്ടം ഞാൻ കിടക്കുന്നു, എൻ്റെ മേലെ ബൈക്ക് കിടക്കുന്നു. എനിക്ക് എണീക്കാൻ മേല. ഞാൻ അവിടെ നിന്ന് കിടന്ന് പ്രാർത്ഥിച്ചു. കാരണം തല ഇങ്ങനെ റോഡിലേക്ക് കിടക്കുക. പുറകിന് ഒരു ഓവർടേക്ക് ചെയ്ത് ഞാൻ ലോറി കയറിയാണ് വന്നത്. ലോറി ഓവർടേക്ക് ചെയ്താണ് ഞാൻ വന്നത്. പെട്ടെന്ന് തന്നെ മാതാവ് എത്തിച്ചാന്ന് ഞാൻ മാതാവ് ഒന്ന് രക്ഷപ്പെടുത്തിയെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം പെട്ടെന്നൊരു ബൈക്കുകാരൻ വന്ന് ഒരു വളവിൻ്റെ അപ്പുറം കൊണ്ട് ചവിട്ടിട്ട് ചോദിച്ചു, വരണമെന്ന് ചോദിച്ചു. വരാൻ പറഞ്ഞു. അങ്ങനെ ആ വ്യക്തി വന്ന് എടുക്കുകയും ലോറി വന്ന് കടന്നു പോവുകയും ചെയ്തു. അങ്ങനെ വലിയ അപകടത്തിൽ നിന്ന് മാതാവിനെ രക്ഷിച്ചു, ഒരു പോറൽ പോലും പറ്റാതെ. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എനിക്ക് രാവിലെ 5:30 എണീക്കാനുള്ള കൃപ എനിക്ക് തരണമെന്ന് ഞാൻ മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. അതിൻ്റെ 3-ാം പൊക്കം 5:29 ആയപ്പം സ്വർണ്ണക്കതിരിൽ വലുതായിട്ട് മാതാവ് പറന്നു വന്നു. ചിറകുള്ള മാതാവ്, നല്ല ഭംഗിയാണ്. പറന്നു വന്നു. കയ്യിലിങ്ങനെ ഒരു വടിയുണ്ട്, നല്ല തിളങ്ങുന്ന സ്പാർക്കാവുന്ന വടി. ആ വെളിയിരിക്കുന്ന ഈ കൃപാസനത്തിൻ്റെ വെളിയിരിക്കുന്ന മാതാവാണ്. വന്ന് എൻ്റെ തലക്കെട്ടിങ്ങനെ ടക്കെന്ന് തട്ടിയിട്ട് പോയി. കറക്റ്റ് 5:29 ആയപ്പോൾ. അങ്ങനെ ഒരു ഇടപെടൽ ദൈവം എനിക്ക് നേരിട്ട് തന്നു. പിന്നെ അതുകൂടാണ്ട് ഞാൻ ഒരു കമ്പനി വരയ്ക്കുന്നുണ്ട്. അപ്പോൾ ഓരോ ദിവസവും ഓരോ ഏരിയയിലാണ് പോണത്. അപ്പോൾ കട്ടപ്പന പഴയ ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ ഞാനവിടെ ടോയ്ലറ്റിൽ പോകാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ ആ പഴയ സ്റ്റാൻഡിൽ ആ ബാത്റൂമായ കാരണം അതിൻ്റെ ഫ്രണ്ട് ഡോറിന് കട്ടളയ്ക്ക് ഹൈറ്റ് കുറവാണ്. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചില്ല. താഴേക്ക് കാലെടുത്ത് ഇറങ്ങുന്നതെന്ന് പറഞ്ഞ ഒരു കുഴി ഒരടി താഴ്ചയിലേക്കാണ്. അപ്പോൾ ഞാനിങ്ങനെ കാലെടുത്ത് ഇറങ്ങി ശ്രദ്ധിച്ചില്ല. തല അങ്ങ് ഇടിച്ചിട്ട് ഇവിടെ അങ്ങ് ഇടിച്ചങ്ങ് വലിഞ്ഞു. കാരണം എൻ്റെ തല ഒത്തിരി തട്ടിയിട്ടൊക്കെ ഉള്ളതാണ്. പക്ഷേ അതുപോലെ ഇടിച്ചിട്ടില്ല. ഇടിച്ചങ്ങ് വലിഞ്ഞിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് കുഴിഞ്ഞങ്ങ് പോയി. ഇവിടെ ഒരു വി ഷേപ്പായി പോയി. പെട്ടെന്ന് എൻ്റെ കൈയുടെ ഇവിടെ എല്ലാം ഇങ്ങനെ ഞരമ്പുകളെല്ലാം കൂടെ ഭയങ്കര വേദന. കൈക്കകത്തുള്ള ഞരമ്പ്, പെടലിൽ നിന്ന് താഴെ വരെയുള്ള ഞരമ്പ്, എൻ്റെ ബോധം പോകുന്നൊരവസ്ഥയിൽ ഒന്നും ചിന്തിക്കാനൊന്നും പറ്റുന്നില്ല. ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു, മാതാവേ കാത്തോളണേ, എങ്ങനെ ആവുമെന്ന് അറിയത്തില്ല. ഞാൻ എനിക്ക് വീട്ടിലെത്താനുള്ള കൃപ പറഞ്ഞു. എനിക്ക് വീട്ടിലെത്തി അവൾ പ്രാർത്ഥിക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. വീട്ടിലെത്താനുള്ള കൃപ പറഞ്ഞാൽ മാതാവെ കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച് അങ്ങനെ ബൈക്കിൽ കയറി. കാരണം അത്യാവശ്യം നന്നായിട്ട് വണ്ടി ഓടിക്കാൻ അറിയാം. കാരണം അധികം ബുദ്ധി പ്രവർത്തിയില്ല, വണ്ടി ഓടിക്കാം. പക്ഷേ എപ്പോഴാണ് വീണ് പോകുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പം വീട്ടിൽ ചെന്ന് നേരെ ഞാൻ പ്രാർത്ഥിക്കുന്ന ഓട്ടറുണ്ട്. അവിടെ ഞാനിങ്ങനെ 2-3 നാക്ക് എടുത്ത് വർത്താനം പറയാൻ പറ്റില്ല, അതുപോലെ തളർന്നുപോയി. പ്രാർത്ഥന വിശ്വാസ പ്രമാണം പോലും ചൊല്ലാൻ പറ്റത്തില്ല. പകുതി മനസ്സിലും പകുതി സംസാരമായിട്ട് ഞാൻ മാതാവിനെ പ്രാർത്ഥിച്ചു. മാതാവേ, ഞാൻ ഇത്രയും കാലം ചെയ്ത ഉടമ്പടി അമ്മേ മാനിക്കണമെന്ന് പറഞ്ഞു. കർത്താവേ, ഞാൻ നിന്നെ വിശ്വസിച്ചാണ് ഈ ഉടമ്പടിയിൽ നിൽക്കുന്നത്. അമ്മ മാതാവേ, യേശു ക്രിസ്തുവിനെ എനിക്ക് കൊണ്ട് തരണമേ. ഞാനിന്ന് തട്ടിപ്പോവുകയാണെങ്കിൽ അത് നിൻ്റെ ഹിതം. എനിക്ക് നീ ആഗ്രഹിക്കുന്നതിന് എനിക്ക് നാളെ ആയുസ് തരണം. നാളെ നേരം വിളിക്കുമ്പം എനിക്ക് ജീവൻ തരണമെന്ന് പറഞ്ഞു. കാരണം ചില സമയത്തൊന്നും നമുക്കറിയാം നമ്മുടെ ലാസ്റ്റ് മൊമെൻറ്റ് ആ ഒരു സിറ്റുവേഷനാണ്. അപ്പം ഞാൻ പ്രാർത്ഥിച്ചു. കട്ടിലേക്ക് കിടന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. കിടക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ഒരു ഉൾപ്രേരണ ഉണ്ടായി. നീ ഇന്ന് അങ്ങോട്ട് കിടക്കണ്ട, ഇങ്ങോട്ട് ഇരിഞ്ഞ് കിടക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ മുഖം കർത്താവിൻ്റെ മുഖത്തിലേക്ക് കാണുന്ന രീതിയിലാണ് ഞാൻ കിടന്നു പുതപ്പ് മൂടി കിടന്നൊരു ഞാൻ ലൈറ്റിട്ടുണ്ടാണ് എപ്പോഴും കിടക്കാറ്. പെട്ടെന്നങ്ങ് കണ്ണിലങ്ങ് ഇരുട്ടായിപ്പോയി. പിന്നെ എനിക്കൊന്നും ചിന്തിക്കാനോ ഒന്നും പറ്റത്തില്ല. കിടക്കാമെന്ന് പറഞ്ഞ ഒരു ധ്യാനം ഹെഡ്സെറ്റിൻ്റെ അകത്ത് കണക്ട് ചെയ്ത് ചെവിയിലേക്ക് വെച്ചു. പക്ഷേ അത് സൗണ്ട് പോലും കേൾക്കുന്നില്ല. അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ച് കിടന്ന പിന്നെ ഒന്നും ഓർമ്മയില്ല. പെട്ടെന്ന് തന്നെ എന്നോട് ആരോ പറയുന്നു ആ പുതപ്പ് ഉയർത്താൻ, പുതപ്പ് മാറ്റാൻ പറയുന്നു. അപ്പോൾ എനിക്ക് പുതപ്പ് മാറ്റാൻ കഴിയില്ല. ആ സെക്കൻഡിൽ തന്നെ പുതപ്പ് ഇങ്ങനെ സെൻറ്ററിൽ പിടിച്ച് ഈ നെറ്റ് സെൻറ്ററിൽ പിടിച്ച് ഇങ്ങനെ ഉയർത്തുന്നത് എങ്ങനെയാണോ അതുപോലെ പെട്ടെന്നങ്ങ് ഉയർത്തിയപ്പോഴത്തേക്കും കർത്താവിൻ്റെ മുഖമാണ് എൻ്റെ ഉള്ളിലേക്ക് ഞാൻ കാണുന്നത്. വലിയതായിട്ട് പവർഫുള്ളായിട്ട് കർത്താവിൻ്റെ മുഖം കാണുക. അപ്പം ഇനി ഞാൻ അവിടെ സ്തുതിക്കുന്നു. ഉറക്കത്തിലാണോ അൺകോൺഷ്യസ് ആണോ അറിയത്തില്ല. ഞാൻ സ്തുതിക്കുമ്പം അപ്പുറത്ത് നിന്ന് ചേട്ടൻപള്ളി എണീക്കുന്നു. അവർ വിളിക്കുന്നുണ്ടോ എന്നൊക്കെ വിളിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. പക്ഷെ അതൊന്നും എനിക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നില്ല. രണ്ടാമതും ഞാൻ സ്തുതിച്ചുകൊണ്ട് വരാൻ എനിക്ക് ഒന്നുകൂടെ കാണാൻ പറഞ്ഞപ്പം അതുപോലെ തന്നെ വലിയ കർത്താവിൻ്റെ നല്ല പവർഫുള്ളായിട്ടുള്ള നമ്മുടെ കുരിശ കിടക്കുന്ന കർത്താവിൻ്റെ മുഖം എനിക്ക് കാണാനിടയായി. ഡയറക്റ്റ് കർത്താവ് വന്ന് എന്നെ സുഖപ്പെടുത്തി. രാവിലെ എണീറ്റപ്പം ഇവിടെ ഇങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ ഈ മുഴ ഇവിടെ പൊങ്ങി വരും. കറക്കറ സൗണ്ട്. ഞാൻ ഒന്നേ തൊട്ടുള്ളൂ, ഇവിടെ പൊങ്ങി വരുമായിരുന്നു. ഇവിടെ ഇപ്പോഴും വെട്ടുകിടപ്പുണ്ട്. രാവിലെ എണീറ്റ് കഴിഞ്ഞപ്പം ആ മുഴ അവിടെ ഇല്ല.
അതിൽ നിന്ന് തന്നെ അത്ഭുതകരമായിട്ട് കർത്താവ് യേശു ക്രിസ്തു വന്ന് എന്നെ രക്ഷിച്ചു. അടുത്ത എനിക്ക് ഞാൻ കൊറോണ സമയത്ത് 2 ചിട്ടി ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ അത് കിട്ടുന്നതിന് വേണ്ടിയിട്ട്, അത് നറുക്ക് ചിട്ടിയായിരുന്നു, അത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ആ ഡേറ്റിൽ തന്നെ എനിക്ക് കിട്ടുന്നതിന് വേണ്ടി ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി 7 തവണ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ തലയിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അതേ ഡേറ്റിൽ തന്നെ അതേ ടൈമിൽ തന്നെ എനിക്ക് 2 ചിട്ടിയും ലഭിച്ചു. പിന്നെ എനിക്ക് കൊറോണ സമയത്ത് എനിക്ക് ജോലി ഇല്ലായിരുന്നു. ജോലി നഷ്ടപ്പെട്ട് കുറേ, നമ്മുടെ നാട്ടിലറിയാലോ ഒരു ജോലി ഒപ്പിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പാടാണ്. അപ്പം ബാംഗ്ലൂരിൽ എനിക്ക് ജോലി ഉണ്ട്, 9 വർഷം ജോലി ചെയ്തായിരുന്നു. ഞാൻ കൊറോണയ്ക്ക് തൊട്ട് മുമ്പ് ഞാൻ റിസൈൻ ചെയ്ത് പോകുന്നതാണ്. നാട്ടിൽ വന്നൊരു കുറച്ച് കാലം നിന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ജോലി ഇല്ലാണ്ടായി, സാമ്പത്തികം ഭയങ്കര ടൈറ്റായി, ഒരു രക്ഷയില്ലാതായി. അപ്പോൾ ഞാനിവിടെ വന്ന് ഉടമ്പടിയിൽ ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് എനിക്ക് വീട്ടിൽ നിന്ന് പോയിട്ട് വരാൻ ഒരു ടെൻഷനും ഇല്ലാത്ത രീതിയിൽ, ആരും ടോർച്ചർ ചെയ്യാത്ത രീതിയിൽ ഒരു ജോലി എനിക്ക് മാതാവ് വാങ്ങിത്തന്നു. അതുമാത്രമല്ല പ്ലസ് വണ്ടിയും കിട്ടി, പെട്രോളും ഫ്രീ ആയിട്ട് കിട്ടും. ആ രീതിയിൽ ഉടമ്പടി എടുത്ത പിന്നെ വേറെ എങ്ങോട്ടും ഞാൻ തിരിഞ്ഞ് നോക്കിയിട്ടില്ല. കാരണം വെച്ചാൽ ഈ പത്രം എന്ന് പറഞ്ഞാൽ എവിടെയൊക്കെ കൊണ്ടുപോയി കൊടുക്കാൻ പറ്റുമോ അവിടെയൊക്കെ ഞാൻ കൊണ്ടുപോയി കൊടുക്കും. അതിന് അഭിമാനക്കുറവൊന്നുമില്ല. അഭിമാനക്കുറവ് എപ്പോഴും തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ആ പത്രം കൊടുക്കുകയില്ല. എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ച് റെഡിയായിട്ട് വീണ്ടും പോയി കൊടുക്കും. അതെല്ലാവരും മുമ്പിൽ വെച്ചേ കൊടുക്കാറുള്ളൂ. ഇവിടുന്ന് പരിയാരത്ത് കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്, കണ്ണൂർ കൊടുത്തിട്ടുണ്ട്, അതുപോലെ മുണ്ടക്കയം. ഞായറാഴ്ച കുർബാന കൂടാൻ പോകുന്ന നേരെ മൂന്നാട്ടിലേക്കാണ്. അവിടുന്ന് ഒരു 35 കിലോമീറ്റർ ഉണ്ട്. അവിടെ പോയി രാവിലെ പോയി പത്രം ഉണ്ടെങ്കിൽ ആ പത്രമൊക്കെ പറഞ്ഞു കൊടുത്ത് അതിനുശേഷം 5 മണിക്കത്തെ കുർബാന കൂടിയിട്ട് നേരെ വീട്ടിലേക്ക് പോരുന്നൊരു രീതിയാണ് എൻ്റെത്. കാരണപ്രവൃത്തി അത്യാവശ്യം സഹായിക്കാം, എന്നെപ്പോഴും കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ സഹായിക്കാറുണ്ട്. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ, നേരത്തെ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എല്ലാ പ്രാർത്ഥനയും അറിയാം, പക്ഷേ അതൊരു അതരവ്യായാമം മാത്രമാണ്. നമ്മളൊരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നേരെ തിരിച്ചടിക്കുന്ന അവസ്ഥയായിരുന്നു. ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഉടമ്പടി നിൽക്കുമ്പം നമ്മൾ കറക്റ്റായിട്ട് പ്രേക്ഷിത പ്രാർത്ഥന ചെയ്ത് ഉടമ്പടി നിൽക്കുമ്പോൾ നമുക്ക് ഒരു പ്രശ്നം വന്നാലും അവരിങ്ങോട്ട് ആ കുഴപ്പമില്ല ഓക്കെ എന്ന് പറയത്തുള്ളൂ. അല്ലാതെ ഒരു വേറൊരു വള്ളിക്കെട്ടിലേക്ക് പോകുന്നൊരവസ്ഥയില്ല. ദൈവം എല്ലാം നമുക്ക് ഒരു പോസിറ്റീവ് പ്ലസ് ആക്കി തരുന്നൊരവസ്ഥയാണ് എനിക്ക് ഉടമ്പടിയിലുള്ളത്. ഉടമ്പടി ആരാധനകളൊക്കെ ഞാൻ എല്ലാം കൂടും. രാവിലെ വണ്ടിയെ പോകുമ്പോൾ തിരിച്ചു വരുമ്പോഴും അത് മൊബൈൽ ഹോൾഡറുണ്ട്, അവത്തെ ഹോൾഡ് ചെയ്ത് അത് ഓണാക്കിയിട്ടാണ് ഞാൻ പോരുന്നത്. ഉടമ്പടി ആരാധന കറക്റ്റായിട്ട് കൂടാറുണ്ട്, ഒരെണ്ണം പോലും മിസ്സാകുന്നില്ല. ഒരെണ്ണോടെ കൂടുതൽ കൂടാൻ പറ്റുമെങ്കിൽ അത്ര നല്ല രീതിയിൽ ഞാൻ എല്ലാം കൂടാറുണ്ട്. അങ്ങനെ ചെയ്യുന്നു. പിന്നെ പരിശുദ്ധ കുർബാനയിലൊക്കെ എല്ലാ ഞായറാഴ്ചയിലും തന്നെ മാക്സിമം കൂടാറുണ്ട്. അങ്ങനെ മിക്സായി പോകുന്ന അവസ്ഥ വളരെ കുറവാണ്. പിന്നെ അതുകൊണ്ടാണ്ട് കുമ്പസാരമൊക്കെ 2 ആഴ്ചയിലാക്കി, അത് മാക്സിമം 2 ആഴ്ച തന്നെ ആക്കും. വിശുദ്ധിയിൽ മാക്സിമം ചില കുമ്പസാരം മുടങ്ങിയെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു അശുദ്ധമായിട്ടുള്ളൊരു കാര്യത്തിലേക്ക് നമ്മൾ പോകാറില്ല, ശ്രദ്ധ കൊടുക്കാറില്ല. ആ രീതിയിൽ ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര തടസ്സം എന്ന് പറഞ്ഞാൽ ഞാൻ ബാംഗ്ലൂർ 9 വർഷം ജോലി ചെയ്തതാണ്. പരിശുദ്ധ കുർബാനയൊന്നും സമയത്ത് കൂടത്തില്ല. അങ്ങനെ നമ്മുടെ സഭയുടേതായിട്ടുള്ള ഒരു പരിപാടിയും അങ്ങനെ വല്ലപ്പോഴും ക്രിസ്മസിനോ ഓണത്തിനോ ഈസ്റ്ററിനോ ഒക്കെ ഉള്ള പരിപാടിയൊക്കെ ആയിരുന്നു. പക്ഷേ അതിൻ്റെ ഒരു തിരിച്ചടി എന്ന് പറഞ്ഞാൽ ഞാൻ ശരിക്കും അനുഭവിച്ചു. കാരണം നമ്മുടെ കുർബാനയുടെയും നമ്മുടെ മതപ്രഭാവത്തിൻ്റെയൊക്കെ ഒരു പവർ എന്ന് പറഞ്ഞാൽ അതൊക്കെ ഇല്ലാതെ വരുമ്പോഴേ അറിയത്തുള്ളൂ. അത് വേറെ നാട്ടിൽ പോയി കഴിയുമ്പോൾ നമുക്ക് നല്ല പണി കിട്ടും. നമ്മൾക്ക് ഇത് കറക്റ്റായിട്ട് ചെയ്തേണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ആ ബ്ലെസ്സിങ്സ് പോവും, നമുക്ക് കിട്ടുന്ന കൃപ അത് നിലനിർത്താൻ കഴിയില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ കൂടെ അലഞ്ഞിട്ടാണ് ഞാൻ ലാസ്റ്റ് ഇവിടെ വരുന്നത്. ഞാൻ യോഗത്തിൽ വെച്ചിരുന്ന അങ്ങയുടെ സാന്നിധ്യത്തിൽ നിന്ന്, കർത്താവ് അങ്ങയുടെ സാന്നിധ്യത്തിൽ നിന്ന് എന്നെ അകറ്റിക്കളട്ടെ. വേറെ എന്ത് അനുഗ്രഹം തന്നില്ലെങ്കിലും കുഴപ്പമില്ല, അതൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ കർത്താവ് അങ്ങയുടെ സാന്നിധ്യത്തിൽ നിന്ന്, അങ്ങയുടെ സ്നേഹത്തിൽ നിന്ന് അകറ്റിക്കളയരുതെന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. എല്ലാത്തിനും പരിശുദ്ധ അമ്മയ്ക്കും യേശുക്രിസ്തുവിനും കൊടാനുകൂടി നന്ദി പറഞ്ഞുകൊണ്ട്, അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയാൻ എന്നെ അനുവദിച്ചതിന് ഞാൻ അമ്മ മാതാവിനും ഈശോയ്ക്ക് 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ആനി. ഞാൻ കൊരട്ടി ഫൊറോനയിൽ അനനാട് ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ഇവിടെ വന്ന് ആദ്യമായി ഉടമ്പടി എടുത്തത് 2024 മെയ് 28-നാണ്. ഞാൻ യാദൃശികമായാണ് ഉടമ്പടി എന്ന് കേൾക്കുന്നതും ഉടമ്പടി എടുക്കുമ്പോൾ നമ്മൾക്ക് 6 നിയോഗം പറഞ്ഞതിൽ 5 നിയോഗവും ഞാൻ എഴുതിയിരുന്നു. പക്ഷെ ഉടമ്പടിയിൽ പറഞ്ഞ ഒന്നുമല്ല എൻ്റെ ജീവിതത്തിൽ പിന്നീട് നടന്നത്. ഇതെൻ്റെ സഹോദരൻ്റെ മകനാണ്. ഇവൻ BTech ഫൈനൽ വിദ്യാർത്ഥിയാണ്. ജൂലൈ 25-ാം തീയതി ഇവൻ ക്ലാസ്സിലേക്ക് പോകും വഴി ഇവനൊരു ബൈക്ക് ഇടിച്ചു. ഇവൻ്റെ ബൈക്ക് വേറെ ബൈക്കായിട്ട് കൂട്ടിയിടിച്ചു. ഉടനെ അവിടെ വന്നൊരു ഡോക്ടറാണ് ഇവനെ കണ്ടത്, നടക്കാൻ ഇറങ്ങിയത്. ആ ഡോക്ടർ ഉടനെ ഇവനെ അപ്പോളോ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു. ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ഇവന് ഓർമ്മയൊന്നുമില്ല. ഒരു സ്ക്രീനിൻ്റെ പിന്നിൽ വെൻറ്റിലേറ്റർ സഹായത്തിലേക്ക് എടുത്തേക്കാണ്. ഞാനിങ്ങനെ വിളിച്ച് രാവിലെ കുർബാനയ്ക്ക് പോയിട്ട് വന്ന വഴി 7:30-ക്കാണ് ഇത് കേട്ടത്. ഉടനെ ഞങ്ങൾ അപ്പോളോ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ
ഞാൻ ഈ തൈലെടുത്ത് എൻ്റെ മോൻ്റെ മേൽ മുഴുവനും കുരിശ് വരച്ചു. ഈ കാശുരൂപം, എൻ്റെ ഉടമ്പടി കാശുരൂപം ഞാൻ അവൻ്റെ ശരീരത്തിൻ്റെ സൈഡിൽ വെച്ചേർന്നു. അവർ വേറെ ഒന്നും പറയണില്ല. കുട്ടിക്ക് ക്രിട്ടിക്കലാണ്, കുട്ടിയെ കിട്ടാൻ സാധ്യതയില്ല, നിങ്ങളിനി ഇതൊന്നും ചെയ്തിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. ഉടനെ ഞങ്ങൾ രാജഗിരി ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് അവിടെ നിന്ന് വെന്റിലേറ്റർ സഹായമുള്ള ആംബുലൻസ് വന്ന് മോനെ അതിനകത്ത് രാജഗിരി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ജീവൻ കൈ പിടിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഓടി അവിടെ എത്തിയത്. അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ വീണ്ടും ആംബുലൻസിൽ നിന്ന് ഇറങ്ങുമ്പോഴും ഞാൻ കണ്ടു. അപ്പോൾ വീണ്ടും ഞാൻ ഈ തൈലമൊക്കെ അവൻ്റെ മേല് കുരിശ് വരച്ച് അവൻ്റെ കാശുരൂപം മുത്തിച്ച് ഞാൻ കയറ്റി വിട്ടത്. അവിടെ നിന്ന് ഡോക്ടർമാരൊന്നും പറയുന്നില്ല. 5 ദിവസമായിട്ട് മോൻ കണ്ണും തുറക്കണില്ല, ഒരനക്കവും ഇല്ല. ഡോക്ടർമാരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് അവൻ്റെ തലച്ചോറിൽ രക്തധമനികൾ പൊട്ടി രക്തം മുഴുവനും തലച്ചോറിൽ പരന്നേക്കാണ്. അത് ഒരു സർജറിയിൽ കൂടെ നീക്കാൻ പറ്റില്ല, അത് തന്നെ മാറണം, സമയമെടുക്കും, നിങ്ങൾ പ്രാർത്ഥിച്ചോളാൻ. 5-ാം ദിവസമായിട്ട് ഒരനക്കവും ഇല്ലാണ്ടായപ്പോൾ ഞാൻ വെളുപ്പിന് രാജഗിരിയിൽ നിന്നും ഇങ്ങോട്ടേക്ക് അച്ഛനെ കാണാൻ വേണ്ടി വന്നു. അച്ഛനെ കാണാൻ വരുമ്പോൾ നമ്മളന്ന് വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായ ദിവസമാണ്, പെരും മഴ. ഞങ്ങൾക്ക് വഴിയിൽ 2 പ്രാവശ്യം വണ്ടി കുഴിയിൽ ചാടി വരാൻ പറ്റാത്ത അവസ്ഥ വന്നു. എന്നെ കൊണ്ടുവന്ന് എൻ്റെ മോൻ പറഞ്ഞു, മമ്മി നമുക്ക് തിരിച്ചു പോവാം. ഞാൻ പറഞ്ഞു പറ്റില്ല, നമുക്ക് അച്ഛനെ കണ്ടിട്ടേ ഇന്ന് പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഞങ്ങളിവിടെ വന്ന് അച്ഛനെ കാണാനായിട്ട് ടോക്കൺ എടുത്തു. അച്ഛൻ പ്രാർത്ഥിച്ചു, ഒരു കാശുരൂപം തന്നു. കുറേ സമയം പിടിച്ചു ഇവിടെ അച്ഛനെ കാണാനായിട്ട്. ഞങ്ങൾ ഞാൻ പുറത്തിറങ്ങി മോൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പം മോൻ പറഞ്ഞു ഹോസ്പിറ്റലിൽ നിന്ന് ഫോൺ വന്നിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ സ്കാനിങ്ങിൽ എൻ്റെ മോൻ്റെ തലയിലുള്ള ബ്ലഡ് മുഴുവൻ അലിഞ്ഞു പോയി, മോൻ കണ്ണു തുറന്നു. അതവന് 1000 നന്ദി. അവിടെ നിന്ന് ഞങ്ങൾ 2 ആഴ്ച വെന്റിലേറ്ററിൽ കിടന്ന് സാവധാനം റൂമിലേക്ക് മാറി. 2 മാസവും 10 ദിവസം ഞങ്ങൾ ഹോസ്പിറ്റലിൽ കിടന്നു. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഇവൻ സംസാരിക്കുകയോ നടക്കുകയോ കണ്ണ് തുറന്നിട്ടുണ്ടെങ്കിലും കണ്ണിന് കാഴ്ചയില്ല, ആ ഒരു അവസ്ഥയിലായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് വീട്ടിലേക്ക് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഇവനെ നോക്കിയ സിസ്റ്റേഴ്സ് പറഞ്ഞു ഇവനൊന്ന് സംസാരിച്ച് ഇവൻ്റെ സ്വരം ഒന്ന് കേൾക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ അടുത്ത റിവ്യൂവിന് എൻ്റെ മോനെ കൊണ്ടുവരുമ്പോഴേക്കും അവനൊന്ന് സംസാരിച്ചാൽ ഞാൻ ഇവിടുത്തെ അഖണ്ഡ ജപമാല റാലിയിൽ പങ്കെടുത്തോളാന്ന്. ഞങ്ങൾക്ക് 2 മാസം കഴിഞ്ഞ് ഒരു വെള്ളിയാഴ്ചയാണ് ഞങ്ങൾക്ക് ഇവിടെ വരേണ്ടത്. ചൊവ്വാഴ്ച വൈകിട്ട് ഇവൻ്റെ പപ്പ ഫോൺ ചെയ്തപ്പോൾ വെറുതെ അവൻ്റെ കയ്യിൽ ഫോൺ കൊടുത്തതാണ് ജോലി സ്ഥലത്ത് നിന്ന്. അവനോട് മോനെ എന്താ കഴിച്ചതെന്ന് ചോദിച്ചപ്പോൾ ഇവൻ ഇങ്ങനെ തിരിയാത്ത പോലെ പറയണു. അപ്പോൾ അവൻ അപ്പം തന്നെ എൻ്റെ മോനെ വിളിച്ചിട്ട് പറഞ്ഞു അവൻ എന്തൊക്കെയോ സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്, നീ ഒന്ന് വിളിച്ചു നോക്കുന്നു പറഞ്ഞു. അവനും വിളിച്ചു നോക്കുമ്പോൾ ഇവനെല്ലാം സംസാരിക്കുന്നുണ്ട്, മനസ്സിലാവണില്ല. നേരിട്ട് 2 ദിവസം അവൻ ആരോട് സംസാരിക്കില്ല, ഫോൺ ചെയ്ത് അവൻ എല്ലാ കാര്യങ്ങളും പറയും. പിന്നെ അവൻ നേരിട്ട് സംസാരിച്ചു. വെള്ളിയാഴ്ച ഞങ്ങൾ ഡോക്ടറെ കാണാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ ചോദിച്ച എല്ലാ കാര്യങ്ങൾക്കും അവൻ മറുപടി പറഞ്ഞു. ഡോക്ടർക്ക് അത് ഒരു അത്ഭുതം എന്ന് പറഞ്ഞാൽ ഇവൻ്റെ ഒപ്പം ഞങ്ങൾ അവിടെ കിടക്കുമ്പോൾ വേറെ 2 കുട്ടികൾ ഇതേ ആക്സിഡൻറ്റ് ഇത് വെച്ച് കിടക്കണുണ്ട്. ആ കുട്ടികൾ ഇന്നും രാജഗിരി ഹോസ്പിറ്റലിലുണ്ട്. ഇന്ന് ഇവന് ഒന്നുകൊണ്ട് ഒരു കുറവില്ല. സാവധാനം വീട്ടിൽ വന്ന് അവൻ നടന്ന്, ഫിസിയോതെറാപ്പി ഉണ്ടായിരുന്നു, നടന്നു, കണ്ണിന് കാഴ്ച കിട്ടി, സംസാരിച്ചു. ഇപ്പോൾ അവൻ്റെ ക്ലാസ്സിന് വേണ്ടിയുള്ള പഠനങ്ങൾ 1 വർഷത്തേക്ക് ലീവ് എടുത്തേക്കണാനോട്ട് ജൂണിലാണെങ്കിൽ ബിടെക് ഫൈനലിൽ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അവനെ വീട്ടിൽ വേറെ ട്യൂഷൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ജൂൺ തൊട്ട് അവൻ ക്ലാസ്സിൽ പോകും. അവനിപ്പോൾ വേറെ ഒരു കുഴപ്പമില്ല, മെഡിസിനും നിർത്തി. രാജഗിരിയിലെ ഡോക്ടർമാർ പറയുന്നത് ഇത് അത്ഭുതമല്ലാണ്ട് വേറെ ഒന്നുമല്ല. കാരണം വർഷങ്ങളോളം കിടക്കേണ്ട ഒരു കുട്ടിയായിരുന്നു ഞങ്ങൾക്കിപ്പോൾ ഇങ്ങനെ കിട്ടിയത്. ഇവനെ ഞങ്ങൾക്ക് ഇങ്ങനെ തന്ന അമ്മ മാതാവിന് 1000 നന്ദി പറയുന്നു. ഞങ്ങൾ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തികൾ ഞങ്ങൾ പൊതിച്ചോറ് കൊടുക്കാറുണ്ട്. പിന്നെ എൻ്റെ ഹസ്ബൻഡും ഞാനും വീട്ടിൽ തന്നെ പാലിയേറ്റ് കെയർ എന്ന് പറഞ്ഞുകൊണ്ട് പൈസ ഇല്ലാത്തവർക്ക് വീൽ ചെയർ, ബെഡ്, അവർക്ക് എന്ത് സഹായം വേണമെങ്കിലും പൈസ ഇല്ലാതെ ഞങ്ങളത് ചെയ്തു കൊടുക്കും. അവിടെ കൊണ്ടുപോയി എയർ ബെഡായാലും വാട്ടർ ബെഡായാലും എന്ത് സൗകര്യം വേണമെങ്കിലും ഞങ്ങൾ ചെയ്തു കൊടുക്കും. ഞങ്ങൾ അത്യാവശ്യം മെഡിസിൻ മേടിക്കാൻ എല്ലാവർക്കും സഹായിക്കാറുണ്ട്. ഇത്രയൊക്കെ ചെയ്തു തന്ന ഇനിയുണ്ട് ഒരുപാട് അനുഗ്രഹം മാതാവ് അന്ന് തൊട്ട് ഇന്ന് വരെ ഞങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ട്. എല്ലാത്തിനും അമ്മ മാതാവിനും ഈശോയ്ക്കും നന്ദി പറയുന്നു. പരിശുദ്ധ മാതാവിന് എല്ലാ വിധത്തിലും നന്ദി. ഞാൻ ഇത്രയും ക്രിട്ടിക്കൽ എനിക്ക് ആകെ ഇടിച്ചത് പോലും എനിക്ക് ഓർമ്മയില്ല. ആ
സ്റ്റേജിൽ നിന്ന് ഇത്രത്തോളം എത്തിച്ചെന്ന് മാതാവിന് നന്ദി.